എന്ത് തീരുമാനിച്ചു? എന്റെ കുഞ്ഞുലക്ഷ്മി, നീ എന്താ ഈ പറയണേ? വേണ്ട, അങ്ങനൊരു കുഞ്ഞിക്കാൽ ഇവിടെ വേണ്ട. ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാന്ന് വെച്ചിട്ടാ? ദേ, അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല. വാഴപ്പള്ളിക്കലെ ആ തിരുമേനിക്ക് 2 ഭാര്യമാരില്ലേ? അവരെന്ത് സന്തോഷമായിട്ടാ കഴിയണേ? ഓ, എന്തിനാ വാഴപ്പിള്ളിക്ക് കെട്ടിയെടുക്കണേ? ഈ പടിഞ്ഞാറയിലെ ഹംസക്കോയ്ക്ക് ഇല്ലേ 2 ഭാര്യമാര്? വെട്ടും കുത്തും ഒഴിഞ്ഞിട്ടുള്ള നേരണ്ടോ അവിടെ? എന്നെ മനസമാധാനമായിട്ട് ജീവിക്കാൻ നീ സമ്മതിക്കില്ലേ എന്റെ കുഞ്ഞുലക്ഷ്മി? വലിയ ശല്യായില്ല എന്റെ ഈശ്വര. ഇത് ചൊറിയൻ ചേമ്പ് തിന്നിട്ടുണ്ടെന്ന് തോന്നണേ. അതാ ഈ വായിൽ ഈ ചൊറിച്ചില്. പെണങ്ങല്ലേ എന്റെ പൊന്നെ. ഞാൻ പറയണ ഒന്ന് കേക്കൂ. പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കുഞ്ഞുലക്ഷ്മി, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത് കേട്ടോ. എന്റെ ഈശ്വര, ആ ഡിയോ എന്ന് പറഞ്ഞവന്റെ വായന്ന് എന്തിനാ ഇങ്ങനെ ഒരു ഐഡിയ തള്ളിവിട്ടത്? നീ അല്ലാതെ വേറൊരുത്തിയെ കുറിച്ച് സ്വപ്നത്തെ പോലും എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്റെ കുഞ്ഞുലക്ഷ്മി. നീ പോയി മരുന്ന് കഴിച്ച് കിടന്നു ഓർമ്മ. ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആളോ? ഏതാള്? കുഞ്ഞുലക്ഷ്മി ടീച്ചർ എന്ന അഡ്രസ് ഉണ്ടായിരുന്നെങ്കിലും ആളെ കണ്ടുപിടിക്കാൻ ഒത്തിരി ഒന്ന് കറങ്ങി. പിന്നെ അന്തരം ഒരു കാര്യം ഏറ്റെടുത്താൽ എന്തടങ്ങാറുണ്ടെങ്കിലും അത് നടത്തുന്ന അറിയാലോ. വരി. അമ്മാവനാ? തന്റെയോ? ഞാൻ സരസ്വതിയുടെ അമ്മാവനാ. ഏത് സരസ്വതി? വേറെ ഒന്നും തോന്നരുത്, അവളെ ഞാൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. മാമൂലുകളൊന്നും വേണ്ടെന്ന് കുഞ്ഞുലക്ഷ്മി ടീച്ചർ പറഞ്ഞോണ്ടാ. സരസ്വതി, ഒരാളെ വേണമെന്ന് പറഞ്ഞത് നേരാ. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് അപ്ലിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ആട്ടെ, ട്രെയിനിങ് കഴിഞ്ഞിട്ട് എത്ര കാലായി? ഇതിനൊക്കെ എന്റെ ട്രെയിനിങ്. മാഷക്ക് സംഗതി പിടിയിട്ടില്ല എന്ന് തോന്നുന്നില്ലേ? ഒരു മിനിറ്റ്, 1 സെക്കൻഡ്. മാഷ് തോന്നട്ടെ. ഒന്നും പറയണ്ട, ഇതൊക്കെ ദൈവനിശ്ചയാന്ന് കണക്കാക്കിയാ മതി. താൻ എന്തിനാ നീ മണവാളിനെ കൈമ പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുപോണത്? എന്റെ കൈമെന്ന് പറയാ. ഇത് ഏതാ ഈ പാർട്ടി? എനിക്ക് മനസ്സിലായില്ല. മാഷക്ക് ആളിഷ്ടായോ? അയാൾ എന്തിനാ ഞാൻ ഇഷ്ടപ്പെടണേന്ന്? അയ്യേച്ചി, അയാളല്ലാന്ന്, അയാളെ കൂടുതൽ പെണ്ണിന് ഇഷ്ടപ്പെട്ടോന്ന്. ഇഷ്ടപ്പെട്ടാൽ എന്താ? താൻ എനിക്ക് കെട്ടിച്ചു തരുമോ? തരൂ.